SDP സാമ്പത്തിക ഇടപാടുകൾ കൈകാര്യം ചെയ്തിരുന്നത് പോപ്പുലർ ഫ്രണ്ട് ആണെന്ന് കൃത്യമായ രേഖകൾ സഹിതം അവർക്ക് ബോധ്യമായി. ഏതാണ്ട് 4 കോടിയോളം രൂപ പോപ്പുലർ ഫ്രണ്ട് SDP കൈമാറിയതിന്റെ രേഖകളുണ്ട്. മാത്രമല്ല, ഈ മതേതര മുഖംമൂടി അണിഞ്ഞ SDP പോപ്പുലർ ഫ്രണ്ടിന്റെ അഭാവത്തിൽ വിദേശത്തുള്ള പല സംഘടനകളുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നു. സൗദിയിലും UAE-യിലും ബഹ്റിനിലും കുവൈറ്റിലും എന്തിനേറെ തുർക്കിയിലും വരെ ഈ SDP ഇപ്പോൾ ആഴത്തിൽ ബന്ധങ്ങളുണ്ടെന്നാണ് NIA കണ്ടെത്തൽ. ഇതൊക്കെ പോപ്പുലർ ഫ്രണ്ടിന്റെ ബന്ധങ്ങളായിരുന്നു. ഇവിടെയെല്ലാം പല സന്നദ്ധ സംഘടനകളും ഉണ്ടാക്കി അവർ പണം പിരിക്കുമായിരുന്നു. മലയാളികളായിരുന്നു അതിനൊക്കെ ചുക്കാൻ പിടിച്ചിരുന്നത്. NRI അക്കൗണ്ട് വഴിയാണ് ഈ പണമൊക്കെ ശേഖരിച്ച് ഇങ്ങോട്ട് കൈമാറിക്കൊണ്ടിരുന്നത്. കൂട്ടത്തോടുകൂടി ഇവരൊക്കെ NRI അക്കൗണ്ട് വഴി, ഗൾഫിൽ ജോലി ചെയ്യുന്നവരുടെ NRI അക്കൗണ്ട് വഴി നാട്ടിലേക്ക് പണം എത്തിക്കുന്നു. ഈ പണം പോപ്പുലർ ഫ്രണ്ടിനെ കൈമാറുന്നു എന്നതായിരുന്നു നേരത്തെയുള്ള നിഗമനം. ഈ സാമ്പത്തിക സോഴ്സിംഗ് പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചതോടെ SDP-യിലേക്ക് മാറി. പല സന്നദ്ധ സംഘടനകളുടെയും പേരിലാണ് ഇത് പ്രവർത്തിക്കുന്നതെങ്കിലും ഇതിന്റെ ഗുണഭോക്താക്കളായി SDP മാറുന്നുണ്ട്. SDP രാജ്യവ്യാപകമായി വളരുന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെ പിന്തുണയുള്ള സന്നദ്ധ സംഘടനകളുടെ സാമ്പത്തിക സഹായത്തോടെയാണ് എന്ന് തെളിവുകൾ സഹിതം കണ്ടെത്തിയിട്ടാണ് പോപ്പുലർ ഫ്രണ്ടിനെതിരെയുള്ള ED അന്വേഷണത്തിന്റെ ഭാഗമായി ഇപ്പോൾ SDP-യെ കൂടി അന്വേഷണ പരിധിയിൽപ്പെടുത്തിയിരിക്കുന്നത്. പലതവണ ഫൈസിക്ക് നോട്ടീസ് കൊടുത്തിരുന്നു. ഫൈസി അത് ഗവനിച്ചില്ല. ഒടുവിൽ ഫൈസിയെ ഡൽഹി ഇന്റർനാഷണൽ എയർപോർട്ടിൽ വെച്ച് അറസ്റ്റ് ചെയ്തു എന്നാണ് ED പറയുന്നത്. അതല്ല, ബാംഗ്ലൂരിൽ നോട്ടീസ് അയച്ച് വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്തു എന്നാണ് SDP പറയുന്നത്. എന്തായാലും രാജ്യവ്യാപകമായി ഫൈസിയുടെ അറസ്റ്റിനെതിരെ SDP ധർണയും പ്രതിഷേധവും ഒക്കെ നടത്തുന്നുണ്ട്.